നാസർ, UN പൊതുസഭയിൽ നെതന്യാഹുവിന്റെ പ്രസംഗം 100-ലേറെ പ്രതിനിധികളാണ് ബഹിഷ്കരിച്ചത്. അവർ എത്ര കൃത്യമായ സന്ദേശവും മറുപടി നൽകുകയുമായിരുന്നു ഈ പ്രതിഷേധത്തിലൂടെ? ദിവ്യ, തീർച്ചയായിട്ടും ലോക മനസാക്ഷിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വികാരം എന്നത്, അതിന്റെ ഐക്യദാർഢ്യം എന്നത് ഗസയിലെ ഈ പീഡനം അനുഭവിക്കുന്ന മനുഷ്യർക്കൊപ്പമാണെന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു വിളംബരത്തിലൂടെ തെളിയിക്കുകയായിരുന്നു UN പൊതുസഭ. ഇന്ന് ഏതാണ്ട് 100-ലധികം പ്രതിനിധികൾ, നിരവധി രാജ്യങ്ങളുടെ ഭാഗമായിട്ടുള്ള ഈ പ്രതിനിധികൾ നേരത്തെ തീരുമാനിച്ചുറച്ചതുപോലെ നെതന്യാഹു എന്ന യുദ്ധക്കുറ്റവാളി വേദിയിലേക്ക് പ്രസംഗിക്കാൻ വന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് കൂക്കിവിളികൾ നടത്തി യുദ്ധക്കുറ്റവാളി എന്ന് പരാമർശിച്ചുകൊണ്ട് തന്നെ ആ UN പൊതുസഭ ഹാൾ വിട്ട് പുറത്തേക്ക് പോയത്. ഒരുപക്ഷെ ഇസ്രായേലിന്റെ 3/4 നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ഇത്രയും അപമാനകരമായിട്ടുള്ള ഒരു അവസ്ഥ ഒരു ഇസ്രായേൽ നേതാവും ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടാവില്ല. നേരത്തെയൊക്കെ ചില നീക്കങ്ങൾ, നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും വിപുലമായ തോതിലുള്ള ഒരു പ്രതികരണം UN പൊതുസഭയിലെ അംഗങ്ങളിൽ നിന്ന് ഉണ്ടായി എന്നത് ഇസ്രായേലിന്റെ ആ ഒറ്റപ്പെടലിന്റെ തീവ്രത, അതിന്റെ വ്യാപ്തി എത്ര വലുതാണെന്ന് തെളിയിക്കുന്നത് കൂടിയായിരുന്നു. അതിശക്തമായിട്ടുള്ള നീക്കം തന്നെയാണ് ഈ അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം എല്ലാവിധ സംവിധാനങ്ങളും സന്നാഹങ്ങളും ലോക പിന്തുണയും സൈനികമായിട്ടുള്ള പിൻബലവും ഒക്കെ ഉണ്ടായിട്ടും ഇതൊന്നുമില്ലാത്ത പതിതരായിട്ടുള്ളൊരു ജനത 24 മാസങ്ങളായിട്ട് കടന്നു പോകുന്ന ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള ആ ഒരു അവസ്ഥയെ ലോകം ഏറ്റെടുക്കുകയായിരുന്നു ഈ പൊതുസഭയിൽ നടന്ന ഈ ബഹിഷ്കരണ ആഹ്വാനത്തിലൂടെ, കൂക്കുവിളിയിലൂടെ ഉണ്ടായത്. ഇത് നെതന്യാഹു എന്ന നേതൃത്വത്തെ ശരിക്കും അങ്കലാപ്പിലെത്തിച്ചതായിട്ട് അദ്ദേഹത്തിന്റെ തുടക്കത്തിലുള്ള പ്രസംഗത്തിന്റെ ആ ശരീരഭാഷ കൂടി വ്യക്തമാക്കുന്നുണ്ട്. തന്റെ പ്രസംഗം ഗസയിലെ ജനങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് IDF-നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ട്രക്കുകളിലും മറ്റും ലൗഡ് സ്പീക്കറിലൂടെ ഈ പ്രസംഗം നേരിട്ട് പ്രക്ഷേപണം ചെയ്യാനുള്ള സംവിധാനം IDF ഏർപ്പെടുത്തിയിരുന്നു. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ പോലും ലോകം ആ പ്രസംഗത്തെയും നെതന്യാഹുവിനെയും ഇസ്രായേലിനെയും കണ്ടത് ഒരു വെറുക്കപ്പെട്ട നേതാവ്, വെറുക്കപ്പെട്ട രാജ്യം എന്നതിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പലസ്തീൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ആ ജനതയോട് ഐക്യദാർഢ്യപ്പെട്ട ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സന്ദേശം ലോകത്തിന് നൽകാൻ, ഇസ്രായേൽ നേതൃത്വത്തിന് നൽകാൻ ഈ നടപടിയിലൂടെ സാധിച്ചു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ പൊതു കൂട്ടായ്മയാണ്. ഫലസ്തീൻ സമൂഹത്തിന്റെ ആ ഹൃദയാവിഷ്കാരം തന്നെയാണ് ഇത്തരമൊരു നടപടിയിലൂടെ ഇന്ന് ലോകം UN പൊതുസഭയിൽ വ്യക്തമായി തന്നെ ലോകത്തെ കാണിച്ചു കൊടുത്തതും. ദിവ്യ, MCA, ഇവിടെ UN പൊതുസഭയിൽ മാത്രമല്ല, അതിന് പുറത്തും വലിയ പ്രതിഷേധമല്ലേ ഉയർന്നത്? വലിയ തോതിലുള്ള ജനലക്ഷങ്ങൾ തന്നെയാണെന്ന് ന്യൂയോർക്കിൽ നടന്ന നെതന്യാഹുവിന് വിരുദ്ധമായിട്ടുള്ള റാലിയിൽ അണിചേർന്നത്. കാരണം അമേരിക്കൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടം പൂർണ്ണമായിട്ടും ഇസ്രായേലിനെ പിന്താങ്ങുകയും നെതന്യാഹു എന്ന യുദ്ധക്കുറ്റവാളിക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളും നടപടികളും ഒരു ഭാഗത്ത് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലും പൊതുസമൂഹം എന്നത്, അമേരിക്കൻ സമൂഹം എന്നത് ഒരിക്കലും ഈ ഒരു യുദ്ധക്കുറ്റവാളിക്കൊപ്പമല്ല, മറിച്ച് ഈ പീഡനം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന, വംശഹത്യക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ജനതയ്ക്കൊപ്പം തന്നെയാണ് തങ്ങളുടെ മനസ്സാക്ഷി എന്ന് വിളംബരപ്പെടുത്തുമാറാണ് ന്യൂയോർക്ക് ഉൾപ്പെടെയുള്ള മിക്ക അമേരിക്കൻ നഗരങ്ങളിലും വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധവും ആവിഷ്കാരവും നടന്നത്. നെതന്യാഹുവിന്റെ താമസിക്കുന്ന ഹോട്ടൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെയും നിരവധി യുദ്ധവിരുദ്ധ പ്രവർത്തകരും ഗസയോടും പലസ്തീനോടും ഐക്യപ്പെടുന്ന മനുഷ്യരും ഒരുമിച്ച് ചേരുകയും തങ്ങളുടെ ശക്തമായിട്ടുള്ള വികാരം അധികൃതരുടെയും സുരക്ഷാ വിഭാഗത്തിന്റെയും കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലും ഇതൊക്കെ മറികടന്നുകൊണ്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ ഒത്തുചേർന്നത്. ഏറ്റവും അവസാനമായിട്ട് അമേരിക്കയിൽ നിന്ന് ലഭ്യമാവുന്ന സർവേ പ്രകാരം രാജ്യത്തെ 80% ജനതയും ഈ പോരാട്ടത്തിൽ പലസ്തീൻ ജനതയ്ക്കൊപ്പം തന്നെയാണ് എന്ന് വിളംബരപ്പെടുത്തുന്നതും ഒരുപക്ഷെ നെതന്യാഹുവിനെ മാത്രമല്ല ട്രംപിനെയും ചില ശക്തമായിട്ടുള്ള പുനരാലോചനയ്ക്ക് പ്രേരിപ്പിക്കും. നേരത്തെ കേവലം ഡെമോക്രാറ്റിക് പ്രതിനിധികൾ മാത്രമായിരുന്നു ഈ വംശഹത്യക്കെതിരെ രംഗത്ത് വന്നതെങ്കിൽ ഇപ്പോൾ റിപ്പബ്ലിക്കൻ വിഭാഗത്തിന്റെ പ്രതിനിധികളും പൊതുസമൂഹത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇതിനെതിരെ രംഗത്ത് വരുന്നു എന്നത് പലസ്തീൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പിന്തുണ, ഒരു മാനസികമായിട്ടുള്ള ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പിന്തുണ കൂടിയാണ് ഇതിലൂടെ ലഭ്യമായിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാൻ സാധിക്കും ദിവ്യ, 40ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില എന്ന കപ്പൽ വ്യൂഹം അതും ഗസയുടെ നേർക്ക് വരുമ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ വേണ്ടി, അതിനെ അകമ്പടി പോകാൻ വേണ്ടി ഫ്രാൻസ് ഉൾപ്പെടെയുള്ള, ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കപ്പലുകൾ അയക്കുന്നു എന്നതും ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മനോഗതിയുടെ കൂടി ശക്തമായിട്ടുള്ള ആവിഷ്കാരമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി
കാണേണ്ടി വരും. എന്തായാലും ലോകത്തിന്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ഈ ഒരു യുദ്ധം പിന്നെ അവസാനിപ്പിക്കാൻ മാത്രം പര്യാപ്തമാവുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥയിലേക്ക് വന്നിട്ടില്ല എന്ന ഒരു പരിമിതി ഇപ്പോൾ പോലും നിലനിൽക്കുന്നുണ്ട്. ഈ രീതിയിൽ ശക്തമായ രോഷം ലോകം ഒന്നാകെ പ്രകടിപ്പിച്ചിട്ടും താൻ യുദ്ധം തുടരുമെന്നല്ലേ ആ പൊതുസഭയിൽ നെതന്യാഹു വ്യക്തമാക്കിയത്? അത് തന്നെയാണ്. കാരണം ഇത്രയും പിന്നെ ഘട്ടങ്ങളിലൂടെ 24 മാസമായി തുടരുന്ന അതിക്രൂരമായിട്ടുള്ള വംശഹത്യ, അത് നടക്കുന്നത് വംശഹത്യയാണെന്ന് UN അന്വേഷണ കമ്മീഷൻ തന്നെ വെളിപ്പെടുത്തിയിട്ടും ഇത്രയേറെ ലോകരാജ്യങ്ങൾ 143-ലധികം രാജ്യങ്ങൾ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കാൻ രംഗത്ത് പോലും ഇപ്പോൾ പോലും ആ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു പൊതു രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തിയിലേക്ക് വികസിക്കാനോ വളരാനോ നമ്മുടെ അന്തർദേശീയ സമൂഹത്തിന് ഇനിയും സാധിക്കുന്നില്ല എന്നത് വലിയ പരിമിതി തന്നെയാണ്. പക്ഷേ ഇതിനിടയിലും ഈ ശക്തമായിട്ടുള്ള സമ്മർദ്ദത്തെ തുടർന്നുകൊണ്ടായിരിക്കാം ചില നീക്കങ്ങൾ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇന്നലെ നെതന്യാഹുവുമായിട്ട് സ്റ്റീവ് വിറ്റ്കോഫ് എന്നത് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതനാണ്. അദ്ദേഹവും കുഷ്നറും നടത്തിയ കൂടിക്കാഴ്ചയിൽ ട്രംപിന്റെ പിന്നെ വികാരം അദ്ദേഹത്തെ അറിയിച്ചതായിട്ട് ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു സന്ദേശമാണ് ഇപ്പോൾ നെതന്യാഹുവിന് നൽകിയിരിക്കുന്നത്. പക്ഷേ 29-ാം തീയതിയാണ് വൈറ്റ് ഹൗസിൽ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. ആ ഘട്ടത്തിൽ ആ ചർച്ചയിൽ ഏതെങ്കിലും അർത്ഥത്തിൽ നെതന്യാഹുവിനെ പിന്തിരിപ്പിക്കാൻ അത്രമാത്രം രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യം അല്ലെങ്കിൽ സൈനികമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം ട്രംപ് ഭരണകൂടം കൈക്കൊള്ളുമോ എന്നത് സംബന്ധിച്ച ആശങ്ക നിലനിൽക്കുന്നുണ്ട്.